ബോബി സഞ്ജയുടെ തിരക്കഥയിൽ ശ്രീ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്യുന്ന മലയാള സിനിമയുടെ ഒരേയൊരു യങ് സൂപ്പർ സ്റ്റാർ ശ്രീ പൃഥ്വിരാജും മലയാളത്തിൽ ആദ്യമായി തെന്നിന്ത്യയുടെ മുഴുവൻ പ്രിയങ്കരനായ ആരെയും തിരശീലയിൽ ഒന്നിക്കുന്ന 1000 AD മുംബൈ പോലീസിന്റെ പൂജാകർമ്മത്തിലേക്കാണ് നാം ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. To begin with, may I add few lines about 1000 AD. I must say, 1000 AD is a brainchild of 5 independent and very well established NRE companies in Dubai. 2010 ദുബായിൽ ആസ്ഥാനമാക്കി അഡ്വർടൈസിംഗ് മീഡിയ രംഗത്ത് പ്രവേശിച്ച 1000 AD സിനിമ ആസ്വാദകർ എന്ന നിലയിൽ അല്ലെങ്കിൽ കലാ ആസ്വാദകർ എന്ന നിലയിൽ സിനിമയെ കൺസെപ്ച്വലൈസ് ചെയ്യുന്നതിൽ മാത്രമല്ല മാർക്കറ്റിംഗിൽ പോലും പുതിയ സങ്കേതങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹത്തോടെയാണ് മുംബൈ പോലീസിലൂടെ സിനിമ നിർമ്മാണ രംഗത്ത് പ്രവേശിച്ചിരിക്കുന്നത്. ആൻഡ് വെൻ കമ്മിങ് ബാക്ക് ടു മുംബൈ പോലീസ്, വാട്ട് ഇസ് മുംബൈ പോലീസ്? പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് വ്യത്യസ്തമായ ഒരു പോലീസ് ചിത്രമായിരിക്കും എന്ന് മാത്രമേ സഞ്ജയ് സാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. എങ്കിലും 3 തവണ തുടർച്ചയായി സംസ്ഥാന അവാർഡ് ജേതാവായ ശ്രീ റോഷൻ ആൻഡ്രൂസും മലയാളികൾ ഇരു കൈകളും നീട്ടി ഹൃദയത്തിൽ സൂക്ഷിച്ച് എന്റെ വീട് അപ്പുന്റെയും നോട്ട്ബുക്ക് എന്നീ ചിത്രങ്ങൾ എന്ന കഥാശില്പങ്ങൾ നമുക്ക് സമ്മാനിച്ച് ബോബിയും സഞ്ജയും വീണ്ടും ഒന്നിക്കുമ്പോൾ I must say we can or we should expect the best or another history in Malayalam film. So let's begin. ആദ്യമായി സ്വാഗതം ആശംസിക്കുവാൻ may I invite Managing Director of 1000 AD Sri Mohammad Sagir onto the dais. Ladies and gentlemen, please put your hands together for him. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പറയാനുണ്ട്. പക്ഷേ മനസ്സിലുള്ളതെല്ലാം പറയാൻ ചിലപ്പോൾ ഓർമ്മ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സ് വായിക്കുകയാണ് ഇവിടെ. 1000 AD എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേര് എന്നാണ് ഈ ചടങ്ങിനെ ക്ഷണിച്ചവർ ഏറെ പേരും ചോദിച്ചത്. ചരിത്രപരമായ എന്തെങ്കിലും പ്രസക്തി ഇതിലുണ്ടോ എന്നാണ് പലർക്കും അറിയേണ്ടിയിരുന്നത്. എന്തെങ്കിലും പ്രസക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. ചരിത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതേപ്പറ്റി പറയാം. ഗൃഹാതുരത്വം എന്ന വാക്കിൻ്റെ അർത്ഥം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക ഒരു പ്രവാസിക്കാണ്. നാട് എന്നത് ഒരു വികാരമാവുന്നതും മറ്റാരേക്കാൾ പ്രവാസികൾക്കാണ്. നാട്ടിലുണ്ടായിരുന്ന കാലത്ത് വിദേശത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്ന പോലെ ഒരു പ്രവാസിയായി കഴിഞ്ഞാൽ പിന്നെ സ്വപ്നങ്ങളിൽ ഏറ്റവും ഉണ്ടാവുക നാട് തന്നെയാണ്. ആ സ്വപ്നങ്ങളിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നതും അവിടുത്തെ പാട്ടുകളും സിനിമകളുമൊക്കെയാണ്. ഒരു പ്രേം നസീറിനെ പോലെയോ മോഹൻലാലോ ജയറാമോ ഒക്കെ TV-യിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ ഓർമ്മപ്പെടുത്തുന്നത് നാട്ടിലെ കാറ്റും അവിടുത്തെ ഓരോ ഓണവും വിഷുവും തൃശ്ശൂർ പൂരവുമൊക്കെയാണ്. ഗൾഫിലെ ചൂടിൽ ഒരു മലയാളിയെ പരിചയപ്പെടുമ്പോൾ തോന്നുന്ന ഒരു സന്തോഷമുണ്ട്. നാട്ടിലെവിടെയാണ്? അതാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ ഗൾഫിലെ മണ്ണിൽ നിന്നുകൊണ്ട് അന്യോന്യമുള്ള ഒരു ഗൃഹാതുരത്വം പങ്കുവയ്ക്കൽ. അങ്ങനെയുള്ള ചില പരിചയപ്പെടലുകളുടെ അങ്ങനെയുള്ള ചില പങ്കുവയ്ക്കലുകൾ ഞങ്ങളെ കുറേ പേരെ ഒന്നിച്ചു കൊണ്ടുവന്നു. സൗഹൃദ കൂടിക്കാഴ്ചകളിലെവിടെയോ ഞങ്ങളുടെ സ്വപ്നങ്ങളെ ഒരു പേരിട്ട് വിളിച്ചു. അറേബ്യൻ ഡ്രീംസ്. 1 അല്ല 100 അല്ല 1000 അറേബ്യൻ സ്വപ്നങ്ങൾ. അറേബ്യൻ ഡ്രീംസ്, ദാറ്റ് ഈസ് 1000 AD. ഒന്നിച്ച് എന്ത് ചെയ്യാം എന്ന ചോദ്യത്തിന് ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഉത്തരം കണ്ടെത്തി. സിനിമ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ആ മേഖലയെക്കുറിച്ച് കാര്യമായൊരു അറിവ് ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇല്ലായിരുന്നു. അതിനാദ്യം ആവശ്യം ഒരു സംവിധായകനാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവരും അറിയാമായിരുന്നു. ഒരുപാട് പ്രഗത്ഭന്മാരുള്ള ഈ മേഖലയിൽ ഉദയനാണ് താരത്തിലൂടെ ഞങ്ങളെ വിസ്മയിപ്പിച്ച, നോട്ട്ബുക്കിലൂടെ ഞങ്ങളെ ഹൃദയത്തെ സ്പർശിച്ച, ഇവിടം സ്വർഗമാണിലൂടെ ഞങ്ങളെ ചിന്തിപ്പിച്ച സംവിധായകൻ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തു, റോഷൻ ആൻഡ്രൂസ്. ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞ് സമ്മതം മൂളിയില്ല. ആലോചിക്കാൻ സമയം ചോദിച്ചു. ആലോചനയ്ക്കൊടുവിൽ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഒരു കഥയുണ്ട്. അത് ബോബി ആൻഡ് സഞ്ജയ് ടീമിൻ്റേതാണ്. അതാണ് എൻ്റെ അടുത്ത സിനിമ എന്ന് പറഞ്ഞു. ആ കഥയായിരുന്നു മുംബൈ പോലീസ്. കേട്ടപ്പോൾ തന്നെ ഇത് തന്നെ 1000 AD ആദ്യത്തെ സിനിമ എന്ന് ഞങ്ങളും ഉറപ്പിച്ചു. ഈ സിനിമയിൽ പ്രധാനപ്പെട്ടവരെല്ലാം പരിചയസമ്പന്നരാണ്. സംവിധായകനും തിരക്കഥാകൃത്തും പ്രധാനപ്പെട്ട നടന്മാരുമെല്ലാം കൂടെ ഇവിടെ ഇരുന്ന് സന്നിധിരായിരിക്കുന്ന സിനിമയിൽ ഒരുപാട് കാലത്തെ അനുഭവങ്ങളുള്ളവരാണ്. പുതുമുഖങ്ങൾ ഞങ്ങളാണ്. എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനകളുമില്ലാതെ ഒരു സ്വപ്നവും സാക്ഷാത്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഈ സിനിമകളുടെ ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഓരോരുത്തരുടെയും ഞങ്ങൾ ഒപ്പമുണ്ടാവണം.
ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന പ്രതീക്ഷയോടെ എത്തിയവരാണ് ഞങ്ങൾ. അതിന് ഞങ്ങൾക്ക് ധൈര്യവും പ്രചോദനവും നൽകേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ക്ഷണം സ്വീകരിച്ചെത്തിയ ഓരോരുത്തർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ഈ സംരംഭത്തിന് നിങ്ങളുടെ നന്മ നേരലുകൾ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you so much, Sri Mohammad Zahir, for a warm welcome extended. അടുത്തായി ഭദ്രദീപം കൊളുത്തി മുംബൈ പോലീസിന് ആരംഭം കുറിക്കുന്നതാണ് അടുത്ത ചടങ്ങ്. I would like to invite Team 1080 onto the stage. I would like to invite Mr. Naushad Ibrahim, Shaji Narayan and Jean Gadi onto the stage. Please. ഭദ്രദീപം കൊളുത്തി മുംബൈ പോലീസിന് തുടക്കം കുറിക്കാൻ may invite the most brilliant filmmaker of Malayalam film industry, Sri Srinivasan sir, onto the stage. നല്ലൊരു കൈയടിയോടെ അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And may invite Sri Prithviraj onto the stage. Also, I would like to invite Mr. Bobby and Sanjay, as well as the captain of Mumbai Police, Sri Roshan Andrews, onto the stage. Let me call upon Team 1080 onto the stage once again. Mr. Naushad, Mr. Shaji, and Mr. Jean Gadi. Also, I would like to invite Sri Sabu Cherian onto the stage. Also, let me invite Sri Anthony Perumbavoor onto the stage. And I would also like to call upon Executive Producer Sri Nishad Hanifa and Mr. Srija Shivdas onto the stage. Also, I would like to invite Sri Shankar onto the stage. And now let me invite Sri Siad Kokar onto the stage. And now let me invite Mr. Idavela Babu onto the stage. Let me humbly invite brilliant filmmaker Sri Blessy onto the stage. Let me invite the veteran actor Sri Kunjan onto the stage. I would also like to call upon Sri Lalu Alex onto the stage. And let me invite producer Sri Naushad onto the stage. Now I would like to invite Sri Vijay Babu, in charge of Surya, to come up on stage. Let me also invite music director Sri Mejo Joseph onto stage. ആദ്യ തിരി കൊളുത്തുവാനായി 1080 ടീം മെമ്പേഴ്സായ ശ്രീ നൌഷാദിനെയും ഷാജിയെയും ജീനനെയും സ്വാഗതം ചെയ്യും. Let me also invite Praveen onto the stage. Praveen and Gopan, please. അടുത്ത തിരി കൊളുത്തുവാനായി to launch Mumbai Police, let's invite Srinivasan sir. Now let me invite Sabu Cherian to light next candle. അടുത്ത തിരി കൊളുത്തുവാനായി ശ്രീ പൃഥ്വിരാജിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തായി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ശ്രീ നിഷാദിനെയും ശ്രീജയെയും സ്വാഗതം ചെയ്യുന്നു. And now I would like to invite Sri Siad Kokar. Thank you so much. Can we put our hands together once again? എവർക്കും നന്ദി. നമുക്കറിയാം റോഷൻ ആൻഡ്രൂസ് സാറിന്റെ ആദ്യ ചിത്രമായ ഉദയനാണ് താരത്തിലെ നായകനും അതുപോലെ വില്ലനും ഒക്കെ ആയിരുന്നു ശ്രീനിവാസൻ സർ. ആൻഡ് ഇറ്റ് വാസ് ഐ മസ്റ്റ് സേ ലാൻഡ്മാർക്ക് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഈ ചിത്രത്തിന്റെ പൂജാവേളയിൽ അദ്ദേഹത്തിന്റെ ബ്ലെസ്സിംഗ് പ്രസൻസ് ഇവിടെ ഉണ്ടായാൽ നമുക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. ആൻഡ് ലെറ്റ് മീ ഇൻവൈറ്റ് ശ്രീനിവാസൻ സർ ഫോർ ദി ഇനോഗ്രൽ സ്പീച്ച്. അടുത്തായി ഉദ്ഘാടന പ്രസംഗത്തിനായി ശ്രീനിവാസൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇനി മുതൽ ഒരു ചിത്രത്തിൻ്റെ പൂജയ്ക്ക് പങ്കെടുക്കുമ്പം എല്ലാവരും സ്വന്തം തിരിയും വിളക്കും കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്.